അച്ഛനവിടെ എണീറ്റിട്ടില്ല. പനേട്ടാ പനേട്ടാ ആരാ ആരാ എന്താ പനേട്ടാ ഇനി ഇനി അവക്കെന്താ പറ്റേ? പോയി പണിയേട്ടാ, അവളെ കൊന്നു. ആരാണ്ടൊക്കെ ചേർന്ന് അവളെ കൊന്നു. ഇന്നലെ മൂപ്പരുടെ വീട്ടിൽ നിന്നാ പോയത്. ആരെങ്കിലും കയറി നോക്കിയോ? അയ്യപ്പൻ കയറി നോക്കി. സരോജിനിയുടെ മോള് തന്നെയാണോ? പാവാട നായ്ക്കള് കടിച്ചു വലിക്കണണ്ട ഞാൻ നോക്കിയ. ചുണ്ടൊക്കെ കടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. നായയാണോ മനുഷ്യനാണോ? സരോജിനി വിവരം അറിയിച്ചോ? ഇല്ല, എനിക്ക് വയ്യ. പാവാട നായ്ക്കള് കടിച്ചു വലിക്കണ ഞാനും കണ്ടു, പക്ഷെ സംഗതി അറിയില്ലല്ലോ. കഷ്ടം, 10-15 വയസ്സല്ലേ ഉള്ളൂ. മണി പോലീസ് വന്നിട്ട് കയറിയാ മതി. മണി 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 ബോഡി കൊണ്ടുവന്നു. നീ എന്താ അങ്ങോട്ട് വരാത്തെ? ഇതെന്ത് ഇരിപ്പാടായി ഇരിക്കണേ? അധിക നേരം വെച്ച് താമസിപ്പിക്കണില്ല, ഉടനെ മറവ് ചെയ്യും. അതിനു മുമ്പ് ഒന്ന് കാണണ്ടേ നിനക്ക്? മണി വേണ്ട വരണ്ട, എനിക്ക് കാണണ്ട. ഇന്നലെ നേരത്തെ എന്നോട് ചിരിച്ച് വർത്താനം പറഞ്ഞു എന്റെ കണ്ണിലുണ്ട്, അത് മതി. എനിക്ക് കാണണ്ട, വേണ്ട. നിങ്ങൾ പൊയ്ക്കോ, അവിടെ ആൾക്കാരുണ്ടാവില്ല. ചെല്ലു. എന്നെയും കൊല്ലുവച്ച രാക്ഷസൻ. സരോജം, ഒന്നും കാണാൻ വയ്യാത്തോണ്ടാ ഞാൻ വരാണ്ടിരുന്നത്. പിന്നെ ശ്രീകുട്ടിക്ക് ഈ വഴി വരാൻ സങ്കടം. ഇനി ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? പോയത് പോയി, അത്ര യോഗമുള്ളൂ. ഒക്കെ സഹിക്കാൻ മണിയട്ട. എന്റെ മോളെ ഇറച്ചി കഷ്ണം പോലെ കടിച്ചു കയറി. ഈശ്വര, സരോജ, ഒക്കെ വിദ്യ, നമുക്ക് തടുക്കാൻ പറ്റുമോ? ഞാനിനി എന്തിനാ മണിയട്ട ജീവിക്കണേ?
വേണ്ടാത്ത ഒന്നും പറയണ്ട. നമുക്ക് ഒരു മോളും കൂടി ഇല്ലേ? അവളെ വളർത്തണ്ടേ നമുക്ക്? സമാധാനിക്ക്, ഇനിയുണ്ട് ജീവിതം. ഞാനുണ്ട് നിനക്ക്. നമുക്കൊരു മോളുണ്ട്. സർവജം, കരയണം എന്തിനാ? ഇനി നീ ഒറ്റയ്ക്കാവില്ല, ഒറ്റയ്ക്കാവില്ല. ആരാ? നമ്മുടെ കമ്പനി പടിക്കൽ കച്ചവടം ചെയ്യുന്ന ആചാരുടെ ഇളയ മോളാ. 18 വയസ്സ്. അതിനെ കൊന്നതാ? കൊന്നതോ? ആ കുട്ടി 4-5 കൊല്ലമായിട്ട് ക്യാൻസർ പിടിച്ച് കിടപ്പിലായിരുന്നു. കുറച്ച് ദിവസമായിട്ട് എന്റെ വാച്ചിനൊരു ഓട്ടം കൂടുതൽ. എടാ പോലീസ്! ഞാൻ കരുതി നിന്നെ പിന്നെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുവാന്ന്. ഒക്കെ ഓരോ കാട്ടിക്കൂട്ടൽ. ഓട്ടോറിക്ഷക്കാരും ടാക്സിക്കാരും ഇട്ടി കുറെ കൊണ്ടു. ഇടിക്കാണ്ട് പിന്നെ കേസ് തെളിയിക്കാൻ പറ്റൂ? പ്രതികൾ 1-2 അല്ല, 5-8 ആളുണ്ടായിരുന്ന പോസ്റ്റ്മോർട്ടത്തില്. അന്നൊരു 7 മണിക്ക് ഒരു ചുവന്ന ജീപ്പ് നരിമടക്കുന്നിന്റെ ഭാഗത്തേക്ക് പോണത് കണ്ടവരുണ്ട്. ആര് കണ്ടു? പറഞ്ഞു കേട്ടതാ. പോലീസ് അന്വേഷിക്കല്ലേ? നാ കൊന്നത് ഒരാളാ. അത് നിനക്കെങ്ങനെ അറിയാം? അല്ല, നിനക്കാരെങ്കിലും സംശയമുണ്ടോ? സംശയമല്ല, സത്യം. എന്നാ അത് പോലീസ് പറയായിരുന്നില്ലേ? പറഞ്ഞല്ലോ ആ കാര്യം. തെളിവുണ്ടോ? പക്ഷേ എനിക്കൊരു തെളിവും വേണ്ട, എനിക്ക് ഉറപ്പാ. എന്താ വിദ്യാർത്ഥി ഈ വഴി? വീട്ടിൽ നിൽക്കാൻ ഒരു സ്ത്രീയെ കിട്ടുന്ന നോക്കാൻ പോയതാ, മോക്കൊരു കൂട്ടിന്. മോക്ക് മാത്രമാക്കണ എന്തിനാ? തനിക്കൂടെ ഒരു കൂട്ടായിക്കൂടെ? നിക്കടാ. പോലീസുകാരോട് നിന്റെ പേര് പറഞ്ഞല്ലടാ? സത്യല്ലേ? എന്റെ കുട്ടിയെ നീയാ, നീ എന്നെയാ. ആയെ തോന്നിയാസം പറഞ്ഞ കാച്ചിക്കളയും ഞാൻ. അറിയാത്ത കാര്യത്തിന് എന്റെ തലയിൽ വെച്ചിട്ടുണ്ടോ കൊല്ലു ഞാൻ തന്നെ. ഞാൻ വിടറ വിടറ എന്നെ വിടറ.
നടക്കും മോനെ, സ്കൂളിൽ ചെല്ലും മണിയടിക്കും. നാളെ ഞാൻ പോവില്ല. പിന്നെ ഞാൻ എന്നും പോവില്ല. ദേ കുട്ടാ, വെറുതെ അച്ഛൻ്റെ അടുത്ത് അടി മേടിക്കണ്ട കേട്ടോ. സരോജിനേച്ചി, എന്താ അത്? ആ ശാരദടുത്തിയോ മക്കൾ ആരെങ്കിലും കണ്ടുവന്നാ തെറിയുടെ പൂരാ. നാളെ ഞാനൊരു ഓലെടുക്കാൻ വന്നിട്ട് എന്റെ അപ്പോ പിന്നെ പറയാത്ത ഒന്നുമില്ല. എനിക്ക് അവരുടെ ഒരു തേങ്ങയും വേണ്ട, ഒരു ഈർക്കില് പോലും വേണ്ട. ഈ പെരയിങ്ങനെ നശിപ്പിക്കരുതല്ലോ. ഈ മാസം മണിയേട്ടനെ പോയി കണ്ടിരുന്നു സരോജിനേച്ചിയെ? കണ്ടു. അടുത്ത മാസം വരും മണിയേട്ടൻ. അതാണ് മൂത്തൊരു വെട്ടം. മണിയേട്ടൻ വന്നാ പിന്നെ ഒരു ബെല്ല് നടക്കുന്നു. ശാരദ, എടോ നിക്കൂ. ശാരദ, നിങ്ങൾ ഈ പിന്നെ കിടന്ന് വിളിക്കാണ്ട് പോകുന്നുണ്ടോ? ഒരു വീട് വാതിൽ വിളിച്ച് അകത്ത് കയറിട്ട് മിണ്ടാണ്ടിരിക്കാനോ? ഏയ് സാരല്ല. എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കാം. വഴക്കൊന്നും ഉണ്ടാക്കണ്ട. എന്തൊക്കെ നല്ല കാര്യമില്ല അവള് ചെയ്യുന്നത്. നല്ല കാര്യം. എന്നെ അറിയില്ല അവൾക്ക്. അങ്ങോട്ട് ചെല്ലട്ടെ ഞാൻ. തന്റെ ഇടം കാട്ടിട്ട് അകത്ത് കയറി ഒളിച്ചിരിക്കണോടി. ഇറങ്ങി വാടി ഇങ്ങോട്ട്. ശാരദ, ഇറങ്ങി വാടി നാഗേച്ചി. ഈശ്വരാ, നിന്റെ അച്ഛൻ സമ്പാദിച്ച മുതലാണോടി കയറി വന്ന് കൈയടക്കാൻ? ശാരദടുത്തി, എന്റെ മുറ്റത്തൊന്നും ചലക്കരുത്. ചലിക്കൊടി. എന്ത് അധികാരത്തിലാടി നീ എന്റെ വീട്ടിൽ കയറിയത്? എന്ത് അധികാരത്തിലാടി പുതിയ കുറ്റിയും കൊടുത്തിട്ട് പൂട്ടിയത്? അധികാരമുണ്ട്, എന്നോട് പറഞ്ഞിട്ടാ നിങ്ങളുടെ ആങ്ങള. ഏരണം കേട്ടവളെ. എന്റെ ആങ്ങള നിന്റെ ആരാടി? നിന്റെ സംബന്ധക്കാരനോ? അത് നിങ്ങളുടെ ആങ്ങളോട് തന്നെ ചോദിക്കേ. മതി. നാട്ടുകാര് കേൾക്കും. കേക്കട്ടെ, നാട്ടുകാരെല്ലാം കേക്കട്ടെ. ദേ, ഇത്ര എളുപ്പം പോലെ എന്റെ ആങ്ങളായിട്ട് വട്ടം ചുറ്റി അവസാനം ഒരു കൊലപാതകയാക്കി. മതി വായിട്ടലിച്ചത്. ഒരാങ്ങളെ പെങ്ങള്. എന്നിട്ടിപ്പോ കൊല്ല 7 ആയല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്കാറുണ്ടോ ഈ പെങ്ങള്? ഒരു പെൺകുട്ടിയുള്ളത് അമ്മാമാരുടെ അടുക്കളയിൽ പാത്രം കഴുകുക. ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്നിട്ടിപ്പോ അധികാരം ചോദിച്ചാലോ നിങ്ങൾ ആരാ? മനസ്സിലായില്ല. എന്താ ഉണ്ടാട്ടം മുട്ടിയോ? ചെതലൊന്ന് തീർക്കാണ്ട് ആ വീടൊന്ന് അടിച്ചു വാരിയിട്ടത് ഇത്ര വലിയ കുറ്റമാണെങ്കിൽ നിങ്ങളോണ്ട് കേസ് കൊടുക്ക്. ഇനിയും ഞാനത് ചെയ്യും. 1 മാസം കഴിഞ്ഞ് ആ മനുഷ്യൻ വരും. വരുമ്പോ എന്നെ വിളിച്ച കൂടെ പോയി പൊറുക്കുകയും ചെയ്യും. എന്താ ചെയ്യാന്ന് വെച്ചാ ചെയ്യ്. അത് പറ. അപ്പൊ അതാ നിന്റെ ഉള്ളിലിരിപ്പല്ലേ? കേട്ടോ? എല്ലാരും കേട്ടില്ലേ? അതെ, അത് തന്നെയാ. ഈ പ്രായത്തിനിടയ്ക്ക് ഒരാൾക്കേ ഞാൻ മനസ്സ് കൊടുത്തിട്ടുള്ളൂ. 2-3 മാസം ഒരാളുടെ കൂടെ കഴിഞ്ഞാൽ ശരിയാ. ഒരു കുട്ടിയുണ്ടായി. ആ മനുഷ്യന്റെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. എന്നെ തൊട്ടത് ഞാൻ അറിഞ്ഞിട്ടില്ല. അന്ന് മനസ്സിൽ ഒരാളേ ഉള്ളൂ. ഇന്നും അതെ. മരിക്കണതിന് മുമ്പ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അതിനു വേണ്ടിയാ ഞാൻ ജീവിക്കണേ. നടക്കില്ലടി. എന്റെ പേര് ശാരദ നടങ്ങി നടക്കില്ല. നാട്ടിലുള്ള ആണുങ്ങളും കാണിച്ചു. നിങ്ങളെ പറ്റി അല്ല മനുഷ്യ.